ദാമ്പത്യം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 31. ആ മക്കളെ എന്ത് ചെയ്യാനാ നിൻ്റെ പ്ലാൻ? കൊടുക്കുമ്പോൾ ചെറുതൊന്നും കൊടുക്കരുത് കേട്ടോ. അവളുമാരുടെ പത്തിക്കിട്ട് വേണം കൊടുക്കാൻ. മുൻപിലിരിക്കുന്ന കൂട്ടുകാരനെയും അവൻ്റെ കയ്യിലിരിക്കുന്ന ഡോക്യുമെൻറ്റ്സും മാറി മാറി നോക്കിയിട്ട് ജിത്ത് ദേഷ്യത്തോടെ അണപ്പല്ല് ഞെരിച്ചു. മഹർഷി പക്ഷേ അതിനുള്ള മറുപടിയൊന്നും പറഞ്ഞില്ല. പകരം ഫയലിനുള്ളിലെ പേപ്പേഴ്സ് ഓരോന്നും സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ടവൻ കണ്ണുകൾ മാത്രം ഒന്നുയർത്തി ജിത്തിനെ ഉറ്റുനോക്കി കൗശലത്തോടെ. ഇതിൽ കയ്യിൽ കിട്ടിയപ്പോൾ തൊട്ട് എനിക്കങ്ങ് ചൊറിഞ്ഞു കയറി വരുമായിരുന്നു. പിന്നെ ഞാൻ കടിച്ചു പിടിച്ച് ഇങ്ങോട്ടേക്ക് വന്ന് നീ വലുതും മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ. ദേഷ്യം നിയന്ത്രിക്കുവാനാവാതെ ജിത്ത് പിന്നെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ അമ്മൂമ്മയുടെ ഒരു സ്റ്റാർട്ടിങ് കമ്പനി. പന്ന മക്കൾ എങ്ങനെയാ അതൊക്കെ ഉണ്ടാക്കിയെന്ന് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ? നിൻ്റെ അച്ഛൻ കൊടുത്ത കാശാ. ഇപ്പോൾ അത് പൊട്ടി പാളീസായപ്പോൾ അടുത്ത നമ്പറും കൊണ്ട് നിൻ്റെ അടുത്ത് വന്നതാ ഡാഷ് മക്കൾ. വെറുതെ വിടരുത്, അനുഭവിപ്പിക്കണം ജീവിതകാലം മുഴുവനും. ജിത്തിന് അനാമികയും ജീനിയും ഓർക്കും തോറും വിറഞ്ഞു കയറി വരുന്നുണ്ടായിരുന്നു. അവൻ്റെ മുഖഭാവങ്ങൾ അത് വ്യക്തമാക്കുന്നുമുണ്ടായിരുന്നു. നിന്നെ ഒന്നും കൂടി കെട്ടിയിട്ട് നിൻ്റെ കയ്യിൽ നിന്നോ അല്ലേ, നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നോ ക്യാഷ് പിണങ്ങാനുള്ള പണികളാണ് ആ മക്കൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ പെട്ടുപോയത് നമ്മുടെ ദേവികെ. അത്രയും നേരം ഫയലിനുള്ളിൽ തലപൂഴ്ത്തി കിടന്നവൻ ദേവികയുടെ പേര് കേട്ടതും വീണ്ടും അതിൽ നിന്നും മുഖമുയർത്തി. ആദി, നീ എന്ത് ചെയ്യുമെന്നും എങ്ങനെ ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്. ആ 2 നശൂലങ്ങളുടെ എല്ലാ കള്ളത്തരവും നിൻ്റെ അച്ഛൻ്റെ മുന്നിൽ വെച്ച് വേണം പൊളിച്ചടക്കാൻ. അങ്ങേരുടെ അനന്തരവളു സ്നേഹം അന്നത്തോടെ അങ്ങ് നിന്നോളുമല്ലോ. സ്വന്തം മോനെ വിശ്വസിക്കാതെ അനിയത്തിയുടെ മോളെ എടുത്ത് തലയിൽ കയറ്റിവെക്കുന്ന ഒരു മഹാൻ വന്നിരിക്കുന്നു. പറഞ്ഞു പറഞ്ഞ് തൊണ്ടയിലെ വെള്ളം പറ്റിയതുകൊണ്ടാവാം മുന്നിലിരിക്കുന്ന കുപ്പിയിലെ വെള്ളമെടുത്ത് വായിലേക്ക് അപ്പാടെ കമഴ്ത്തിയവൻ. നീ പിടയ്ക്കാതെ ജിത്തേ, എല്ലാത്തിനും വഴിയുണ്ടാക്കാം. ഇപ്പോൾ നീ എനിക്കൊരു സഹായം കൂടി ചെയ്തു തരാൻ നോക്ക്. കയ്യിലിരുന്ന ഫയൽ മടക്കി മുൻപിലിരുന്ന ടേബിളിലേക്ക് ഇട്ടിട്ട് ആദ്യ സെറ്റിയിലൊന്ന് ഇളകിയിരുന്നു. എന്താടാ, എന്ത് വേണേലും ഞാൻ ചെയ്യാം. അവൻ ഉറപ്പ് നൽകാൻ ഒരു നിമിഷത്തെ സമയം പോലും വേണ്ടി വന്നില്ല. അവരുടെ കമ്പനിയിലെ സ്റ്റാഫുകൾ, അവരുടെ പ്രസൻറ്റേഷൻ സിറ്റുവേഷൻ എന്താണ്? ഗാദി ഗൗരവത്തോടെ തിരക്കി. ഏകദേശം 30ഓളം പേരുണ്ടായിരുന്നെന്നാ കണക്ക്. അതിൽ പകുതി പേരോളം പിരിഞ്ഞുപോയി. ബാക്കിയുള്ളവരുടെ കാര്യം വ്യക്തമായിട്ട് അറിയില്ല. അവൻ മറുപടി കൊടുത്തു. എല്ലാവരെയും തപ്പിയെടുക്കണം. എന്നിട്ട് നമ്മുടെ കമ്പനിയിലേക്ക് അവരെ എത്രയും പെട്ടെന്ന് റിക്രൂട്ട് ചെയ്യുക. പിന്നെ എൻ്റെ അച്ഛൻ ഒപ്പിട്ടൊരു എഗ്രിമെൻറ്റ് പേപ്പറും വേണം. അതിലെഴുതേണ്ട മാറ്റർ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ലോയർ വിനയനെയും കൂട്ടിക്കോ. ഞാൻ അവനോട് വിളിച്ചു പറഞ്ഞോളാം. ആദ്യം എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി. എടാ ആദി, അത് നിൻ്റെ അച്ഛൻ്റെ പെർമിഷനൊക്കെ വേണ്ടേ? അതുമല്ല, ഇപ്പോൾ നമ്മുടെ കമ്പനികളിൽ ഒന്നിനു പോലും പുതിയ സ്റ്റാഫുകളുടെ ആവശ്യമില്ലല്ലോ. എഗ്രിമെൻറ്റ് പേപ്പറൊക്കെ എന്തിനാ ശരിക്കും? ജിത്തിന് അവൻ പറഞ്ഞ കാര്യം ദഹിച്ചില്ല. അതൊക്കെ താനേ വന്നോളും. നീ ആദ്യം ഞാൻ പറഞ്ഞതൊക്കെ ചെയ്തിട്ട് വാ. പിന്നെ അധികം വൈകിക്കരുത്. എഗ്രിമെൻറ്റിൽ എഴുതാനുള്ള മാറ്റർ ഞാൻ നിനക്ക് മെയിൽ അയച്ചോളാം. അവനിലെ കുശാഗ്ര ബുദ്ധിക്കാരനായ ബിസിനസ്മാൻ അപ്പോഴേക്കും ഉണർന്നിരുന്നു. ഞാൻ ചെയ്തോളാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. എഗ്രിമെൻ്റ് പേപ്പറിലൊക്കെ നിൻ്റെ അച്ഛൻ കണ്ണടച്ച് ഒപ്പിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സംശയത്തോടെ ജിത്ത് ചോദിച്ചു. ഇടിയിപ്പിക്കണം, അതല്ലേ നിൻ്റെ കഴിവ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വിട്ടേക്ക്. എൻ്റെ അച്ഛൻ എൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്തുണ്ടാക്കിയൊന്നും അവളുമാരങ്ങനെ തിന്നണ്ട. ആദിയുടെ മുഖം മുറുകിയിരുന്നു അത് പറയുമ്പോൾ. എങ്കിൽ ശരിയടാ, ഇന്ന് എനിക്ക് ഓഫീസുള്ളതാ. ഞാൻ പോയി കാര്യങ്ങളൊക്കെ വഴിക്കാക്കട്ടെ. ജിത്ത് അതും പറഞ്ഞ് എഴുന്നേറ്റ് പോയതും ആദ്യ ഫോൺ എടുത്ത് അഡ്വക്കേറ്റ് വിനയൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. എനിക്ക് പുതിയ ഉടുപ്പ് വേണം, പിന്നെ ബാർബിയുടെ കിച്ചൺ സെറ്റും വേണം, പിന്നെ കേക്കും വേണം. ഓരോന്നും ഓർത്തെടുത്ത് കൈവിരലിൽ എണ്ണി പറയുകയാണ് കുഞ്ഞിപ്പെണ്ണ്. അവളുടെ പിറന്നാൾ പിറ്റേ ദിവസമാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങാൻ പോകണമെന്ന വാശിയിലാണ് പെണ്ണ്. ജനിച്ചു കഴിഞ്ഞിട്ട് ഇന്നേ വരെ ഇതുപോലൊരു നിർബന്ധ ബുദ്ധിയും ഇല്ലാതിരുന്ന പെണ്ണാണ്. കഴിഞ്ഞ ദിവസം ഫോണിൽ ഏതോ ഒരു കുഞ്ഞു കുട്ടിയുടെ പിറന്നാൾ ആഘോഷിക്കുന്ന വീഡിയോ അവൾ കാണാനിടയായി. അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ. തത്തെ, അടുത്ത മാസമല്ലേ നിൻ്റെ സ്കൂൾ തുറക്കുന്നത്? ബുക്സും പുസ്തകമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി എന്തോരം കാശ് വേണമെന്ന് മോൾക്കറിയാമോ? അമ്മയുടെ കയ്യിലിപ്പോൾ ഒത്തിരി കാശില്ലടാ വാവേ. ഒരു കാര്യം ചെയ്യാം, കേക്ക് വാങ്ങി നമുക്ക് കട്ട് ചെയ്യാം. ഉടുപ്പൊക്കെ സ്കൂൾ തുറന്നിട്ട് അമ്മ വാങ്ങി തന്നാൽ പോരെ? ചോദിക്കുമ്പോൾ ഉള്ളു വിങ്ങുണ്ടായിരുന്നെങ്കിലും ദേവികയ്ക്ക് മുൻപിൽ വേറെ വഴിയില്ലായിരുന്നു. ആകെ കിട്ടുന്ന ശമ്പളം കൂട്ടി വെച്ചാണ് വീട്ടിലെ ഓരോ കാര്യങ്ങളും നീക്കുന്നത്. അടുത്ത മാസം സ്കൂൾ തുറപ്പാണ്. യൂണിഫോമും പുസ്തകവും ബുക്കും എല്ലാത്തിനും കൂടെ നല്ലൊരു തുകയാവും. അതുമാത്രമല്ലല്ലോ, ബാഗും കൂടെയും ഷൂവും ഒക്കെ കൂടി വേറെ.
കയ്യിലുള്ള കാശിന് അതിന് പോലും തികയില്ല. ഇനിയിപ്പോൾ സാലറി വന്നാൽ മാത്രമേ വല്ലതും തടയൂ. നിവർത്തികേട് വരുമ്പോൾ കടം വാങ്ങുന്നത് നീലിമയുടെ കയ്യിൽ നിന്നാണ്. പക്ഷേ തിരിച്ചു കൊടുക്കുവാൻ ചെല്ലുമ്പോൾ അവളത് വാങ്ങിയില്ല. അതുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങാനും ഒരു ബുദ്ധിമുട്ടാണ്. അമ്മേ, എനിക്ക് ഗിഫ്റ്റ് വേണ്ട അമ്മേ, പക്ഷെ ഉടുപ്പ് വേണം. പിറന്നാളിനൊന്ന് എല്ലാവരും പുതിയ ഉടുപ്പ് ഇടൂലേ, എനിക്കും വേണം ചിൻഡ്രല്ല ഫ്രോക്ക്. അവൾ വീണ്ടും വാശി കാട്ടാൻ തുടങ്ങി. അവളുടെ വാശി കണ്ടപ്പോൾ ദേവിയേക്ക് വീണ്ടും തൻ്റെ നിസ്സഹായതയോർത്ത് സങ്കടം വന്നു. അമ്മേ വേണം. കുഞ്ഞിപ്പെണ്ണ് ചെറിയ രീതിയിൽ ചിണുങ്ങുവാൻ തുടങ്ങിയിരുന്നു. അമ്മ മോക്ക് വാങ്ങിത്തരില്ലേ? ചിണുക്കം കരച്ചിലേക്ക് വഴിമാറി. കരയില്ലേ വാവേ, അമ്മ വാങ്ങിത്തരാം കേട്ടോ. അവളെ കൂടുതൽ കരയിപ്പിച്ചാൽ പിന്നെ പനിയാകും എന്നുറപ്പുള്ളത് കൊണ്ട് മാത്രം ദേവിക തലയാട്ടി സമ്മതിച്ചു. ആകപ്പാടെയുള്ളൊരു കുഞ്ഞാണ് തൻ്റെ പൊന്നുമോൾ. അവളുടെ പിറന്നാളിനൊരു ഉടുപ്പ് വാങ്ങിക്കൊടുക്കാൻ പോലും തന്നെ കൊണ്ട് നിവർത്തിയില്ലല്ലോ ഭഗവാനെ. അവൾക്ക് കരച്ചിൽ വന്ന് വീർപ്പ് മുട്ടി. തത്തമ്മേ, പൊടുന്നനെ ഉമ്മർത്തു നിന്ന് ഒരു വിളി വന്നു. പ്രിയപ്പെട്ടവൻ്റെ വിളിയായിരുന്നുവെന്ന് മനസ്സിലായത് കൊണ്ടാവാം കുഞ്ഞിപ്പാറു അപ്പോൾ തന്നെ വേഗത്തിൽ പുറത്തേക്ക് ഓടിപ്പാഞ്ഞത്. മോളെ പതിയെ എന്നൊക്കെ ദേവിക പിന്നിൽ നിന്നും വിളിച്ച് പറയുന്നുണ്ടെങ്കിലും പെണ്ണത് കേൾക്കാൻ പോലും മനസ്സ് കാട്ടിയില്ല എന്നത് വേറൊരു സത്യം. മർശി ഉമ്മറത്തേക്ക് ഓടിച്ചെന്ന് ആദിയുടെ ദേഹത്തേക്ക് വലിഞ്ഞു കയറിയവൾ. എൻ്റെ കുഞ്ഞാവയുടെ മുഖത്തൊരു സങ്കടം. കരഞ്ഞോ നീ തത്തമ്മേ? കുഞ്ഞിപ്പെണ്ണിൻ്റെ കണ്ണ് കലങ്ങിയിരിക്കുന്നത് കണ്ടതും ആദിയുടെ നെഞ്ചിൽ വലിയൊരു കരിങ്കല്ല് എടുത്തു വെച്ചതുപോലൊരു വേദന ഉരുണ്ടുകൂടി. ഇച്ചിരി കരഞ്ഞു മർശിയേ. ഇടത്തെ കൈയിലെ ചൂണ്ടുവിരലും തള്ളവിരലും കൂട്ടിമുട്ടിച്ച് അളവ് കാട്ടി കൊടുത്തു പെണ്ണ്. എന്തിനാ മർഷിയുടെ തത്തമ്മ കരഞ്ഞേ? അമ്മ വഴക്കു പറഞ്ഞോ? അവനിൽ ആശങ്ക നിറഞ്ഞു. ഇല്ല, അമ്മ എനിക്ക് ഉടുപ്പ് വാങ്ങി തരത്തില്ല എന്ന് പറഞ്ഞു. എൻ്റെ പെരുന്നാളിന് ഞാനേ പുതിയ ഉടുപ്പിടണ്ടേ മർഷിയെ? പൊതുവെയുള്ള നിഷ്കളങ്കമായ കൊഞ്ചലോടെ അവൾ ചോദിച്ചു. ആണോ? എന്നാ എൻ്റെ തക്കുടുവാവയുടെ പിറന്നാൾ? മർഷി വാങ്ങിത്തരയില്ലേ എൻ്റെ പൊന്നുവാവയ്ക്ക്? അവൻ്റെ കണ്ണുകളിൽ ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷമുണ്ടായി. നാളെയാ കുഞ്ഞു പറഞ്ഞു. എന്നിട്ട് എന്നോടെന്ന് എൻ്റെ തത്തമ്മ ഇത് നേരത്തെ പറയാഞ്ഞത്? ആദിക്ക് പരിഭവമായി. എന്നോട് അമ്മ ഇന്നാ പറഞ്ഞേ മർഷി. അവളും കൈ മലർത്തി. ഇനിയിപ്പോൾ സമയമില്ലല്ലോ, നമുക്കിപ്പോൾ തന്നെ പോയി വാങ്ങിയാലോ? മഹർഷി തിടക്കം കൂട്ടിയതും കുഞ്ഞിപ്പെണ്ണിൻ്റെ കണ്ണുകൾ സന്തോഷത്താൽ വിടർന്നു. പോവാം, അമ്മയോട് പറഞ്ഞിട്ട് വരാവേ. അവൾ അവൻ്റെ ദേഹത്ത് നിന്നും ഊർന്ന് താഴേക്ക് ഇറങ്ങുവാനായി തുടങ്ങി. തത്തമ്മ ഒന്ന് നിന്നേ. അകത്തേക്ക് ഓടുവാനായി തുടങ്ങിയ കുഞ്ഞിനെ അവൻ കള്ളത്തരം കാട്ടുന്ന കുട്ടിയെപ്പോലെ പിടിച്ചു നിർത്തി. എന്താ മർഷി? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. മോളുടെ ഉടുപ്പിൻ്റെ സൈസൊന്നും മർഷിക്കറിയില്ലല്ലോ, അതുകൊണ്ട് മോളുടെ അമ്മയോടും കൂടി വരാൻ പറയും. കണ്ണ് ചിമ്മിക്കാട്ടി അവൻ പറഞ്ഞതും സമ്മതത്തോടെ തലയാട്ടിക്കൊണ്ട് കുഞ്ഞിപ്പെണ്ണ് അകത്തേക്ക് ഓടി. വരുവോ? കുഞ്ഞിൻ്റെ കാര്യമായതുകൊണ്ട് ചിലപ്പോൾ വരുമായിരിക്കും. ഉമ്മറത്ത് കാത്തു നിന്നവൻ്റെ മനസ്സ് പ്രണയം കൊണ്ട് നിറഞ്ഞു. ടീച്ചറായതുകൊണ്ട് അത്രയ്ക്കങ്ങ് വിശ്വസിക്കാൻ പോകണ്ട. ദേവികയുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ്റെ മനസ്സ് മാറി ചിന്തിച്ചു. അല്ലെങ്കിലും നിൻ്റെ അമ്മയ്ക്ക് മർഷി ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ടല്ലേ നമ്മൾ വിളിച്ചപ്പോൾ കൂടെ വരാഞ്ഞത്. ബർത്ത്ഡേക്ക് വേണ്ടുന്ന സകല സാധനങ്ങളും വാങ്ങിയതിന് ശേഷം തിരിച്ചു വരുമ്പോഴാണ് ആദ്യ ദേവികയുടെ കാര്യം പൊടുന്നനെ എടുത്തു വിട്ടത്. അമ്മയ്ക്ക് വീട്ടിൽ ജോലിയുണ്ട്, അതാ വരാഞ്ഞേ. കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഐസ്ക്രീം നിറഞ്ഞുകൊണ്ടിരുന്നവൾ പെട്ടെന്ന് ചാടിക്കയറി പറഞ്ഞു. ഓ, വേറെ ആർക്കും ഒരു ജോലിയില്ലാത്ത പോലെ. നിൻ്റെ അമ്മയ്ക്ക് മാത്രമേ വീടും ജോലിയുള്ളൂ അല്ല പിന്നെ? ചെക്കൻ്റെ പരിഭവം അതിര് കടന്നു. അതിന് മറുപടിയായി തത്ത ഒന്നും പറഞ്ഞില്ല. പകരം കേസർ ബാദാമിൻ്റെ ഐസ്ക്രീം ബോക്സിൽ തലപൂഴ്ത്തി കിടന്നു. എൻ്റെ പൊന്നുവാവേ, അത് മുഴുവൻ നീ ഒറ്റയടിക്ക് തിന്നല്ലേ. പിറന്നാൾ ദിവസം തന്നെ എൻ്റെ കുഞ്ഞാവയ്ക്ക് ആശുപത്രിയിൽ കിടക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? അവളുടെ നിർത്താതെയുള്ള കഴിപ്പ് കണ്ടതും ചെക്കന് ചെറിയ ആശങ്ക തോന്നിയിരുന്നു. ഇത് കുഞ്ഞു ബോഷല്ലേ മർഷി, ഇത് കഴിച്ചാൽ പനിയൊന്നും വരത്തില്ല. പെണ്ണ് കൊഞ്ചലോടെ ഉടനടി മറുപടി നൽകി. ഓ, വരാതിരുന്ന കൊള്ളാം, ഇല്ലെങ്കിൽ നിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ കൊള്ളും, അത്ര തന്നെ. അവൻ പിറുപിറുത്തു, അതും പുഞ്ചിരിയോടെ. പെണ്ണിൻ്റെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് വണ്ടി ഓടിച്ചതിനാലാവാം അവർ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ചെന്നത്. സമയം സന്ധ്യ കഴിഞ്ഞിരുന്നു. തറവാടിൻ്റെ ഉമ്മറത്ത് അവർക്കായി കാത്തെന്നവണ്ണം ദേവികയും രാധയും നീലിമയും ഇരിപ്പുണ്ടായിരുന്നു. അമ്മേ. വണ്ടി ചെന്ന് നിന്നതും കുഞ്ഞിപ്പെണ്ണ് ഡോർ തുറന്ന് അവരുടെ അരികിലേക്ക് പടികൾ കയറി ഓടിച്ചെന്നു. ആഹാ, വന്നു മുത്തശ്ശിയുടെ കാന്താരി. അവളെ കണ്ടതും രാധയുടെ മുഖം വിടർന്നു. മുത്തശ്ശി, മർഷിയില്ലേ? എനിക്ക് കുറേ ബൊമ്മ വാങ്ങി തന്നല്ലോ. ഒത്തിരി ചോക്ലേറ്റും വാങ്ങി. പിന്നില്ലേ, നിറയെ ഉടുപ്പും ഒക്കെ ഉണ്ട്.
കയ്യിലിരുന്ന കാലിയായ ഐസ്ക്രീമിൻ്റെ ബോക്സ് സോപാനപ്പടിയിലേക്ക് വെച്ചിട്ട് അവൾ നീലിമയുടെ മടിയിലേക്ക് വലിഞ്ഞു കയറിയിരുന്നു. ആഹാ, ഇന്ന് മർഷിയും മോളും കൂടെ പൊളിച്ചല്ലോ. അവളുടെ ഉരുണ്ട കവിളിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് നീലിമ പറഞ്ഞു. പിറന്നാളായിട്ട് നാളെ പനി പിടിച്ച് കിടക്കാനാണ് തത്തേ നീ ഇത് വാങ്ങിക്കഴിച്ചത്. ചുണ്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഐസ്ക്രീമിൻ്റെ അവശിഷ്ടങ്ങൾ ഒട്ടൊരു നീരസത്തോടെ സാരി തുമ്പുകൊണ്ട് ദേവിക തൂത്തു കളഞ്ഞു. അതുണ്ടല്ലോ അമ്മേ, എനിക്ക് മർഷി മേടിച്ച് തന്നാ. ആരെയും മയക്കുന്ന രീതിയിൽ തത്തമ്മ എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു. ഇത് കുറേ ഉണ്ടല്ലോ. അപ്പോഴേക്കും 3-4 വലിയ കവറുകൾ നിറച്ചും എന്തൊക്കെയോ സാധനങ്ങളുമായി പടികൾ കയറി വരുന്ന ആദിയെ കണ്ടതും നീലിമ അത്ഭുതത്തോടെ തിരക്കി. ഇവൾക്കുള്ളതാ ഏട്ടത്തി, കുഞ്ഞിപ്പെണ്ണെ ചൂണ്ടിക്കാട്ടി ആദി പറഞ്ഞു. പക്ഷേ അവൻ്റെ ആ പറച്ചിലിൽ നീലിമ ഒന്ന് ഞെട്ടിയിരുന്നു. കാരണം ഏട്ടത്തി എന്നുള്ള വിളി വർഷങ്ങൾക്ക് ശേഷം ആദിയിൽ നിന്ന് ഇന്നാണ് അവളെ തേടിയെത്തിയത്. എൻ്റെ ആദി ഒരുപാട് മാറി അല്ലേ മോളെ? അകത്തേക്ക് കയറിപ്പോകുന്നവനെ നോക്കി രാധമ്മ കണ്ണുകൾ തുടച്ചതും ദേവിക അവരുടെ കയ്യിൽ ഒന്ന് അമർത്തിപ്പിടിച്ചിരുന്നു. ആ മനസ്സറിഞ്ഞതുപോലെ. അന്ന് നേരെ വിരുട്ടിയതും കിടക്കുവാനായി ദേവികയും കുഞ്ഞും ഗസ്റ്റ് ഹൗസിലേക്ക് പോയി. അത് കാത്തിരുന്ന വണ്ണം ആദി പരിപാടികൾ ആരംഭിച്ചിരുന്നു. തറവാട്ടിലെ ഹാൾ മുഴുവൻ ഒതുക്കി അവിടെ തോരണങ്ങളും ബലൂണുകളും കൊണ്ട് അവൻ മനോഹരമായി അലങ്കരിച്ചു. അഭിയും നീലിമയും കൂടെ കൂടിയതും അവൻ്റെ പണികൾ എളുപ്പത്തിലായി. ഇരുന്നു കൊണ്ടുള്ള ചെറിയ പണികളൊക്കെ ചെയ്തു കൊടുത്ത് രാധയും അവരെ സഹായിച്ചു. ഓഫീസിൽ നിന്നും വൈകി വന്ന വിശ്വം തത്തയുടെ പിറന്നാൾ ആഘോഷത്തിൻ്റെ ഒരുക്കമാണ് അവിടെ നടക്കുന്നത് കണ്ടതും അയാളും അവരോടൊപ്പം കൂടി സന്തോഷത്തോടെ. പക്ഷേ ആദിയുടെ മുഖത്തേക്ക് നോക്കുവാനോ അവനോട് സംസാരിക്കുവാനോ അയാൾ തുനിഞ്ഞില്ല എന്നത് മറ്റൊരു സത്യം. മുൻകൂട്ടി പറഞ്ഞതുകൊണ്ട് തന്നെ ജിത്തും സുമിയും കണ്ണമോനും രാത്രി 11 കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. സമയം 12 ആവാറായപ്പോഴേക്കും നീലിമ സുമിയെയും കണ്ണനെയും കൂട്ടി നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് ചെന്ന് അവരുടെ വീടിൻ്റെ മുൻവാതിൽ കൊട്ടി വിളിച്ചു. ഉറക്കത്തിലായതുകൊണ്ടാവാം ഇത്തിരി വൈകിയാണ് ദേവിക വന്ന് ഡോർ തുറങ്ങിയത്. എന്താ ദേവിയെ, രാധമ്മയ്ക്ക് എന്തെങ്കിലും? അപ്രതീക്ഷിതമായി പാതിരാത്രിയിൽ അവരെ ഇരുവരെയും വീണ്ടും മുമ്പിൽ കണ്ടതും പെണ്ണിൻ്റെ മനസ്സിലേക്ക് 100 കാര്യങ്ങളാണ് ഓടി വന്നത്. ആർക്കും ഒരു കുഴപ്പമില്ല ദേവികയെ. എവിടെ എൻ്റെ പിറന്നാളുകാരി? അവളെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നേ. ദേവികയും കടന്ന് അവരകത്തേക്ക് കയറുന്നതിന് മുൻപേ തന്നെ കണ്ണന്മാൻ ഓടി ഉള്ളിലേക്ക് പാഞ്ഞു പോയിരുന്നു. അവൾ ഉറങ്ങിയായിരുന്നു. ഇങ്ങനെ രാത്രിയിലുള്ള പിറന്നാളാശംസകളൊന്നും അവൾക്ക് ശീലമില്ലല്ലോ നീലിമേ. ദേവിക സങ്കടം പറഞ്ഞു. എൻ്റെ പെണ്ണെ, നീ ഒന്നും മിണ്ടാതെ വരുന്നുണ്ടോ? കണ്ണൻ അവളെ എണ്ണേൽപ്പിച്ചെന്നാ തോന്നുന്നേ. മുറിയിലേക്ക് കടക്കുന്നതിന് മുൻപേ കേട്ടു കണ്ണൻ്റെയും ഉച്ചത്തിലുള്ള സംസാരവും ചിരിയും തത്തമ്മയുടെ അലർച്ചയും. തത്തമ്മേ, കട്ടിലിരുന്നു കൊണ്ട് തന്നെ ചുറ്റും കണ്ണിമ ചിമ്മി തുറന്നുകൊണ്ട് നോക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു അവൾ ഇപ്പോഴും ഉറക്കച്ചടവിലാണെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നീലിമ അവളെ എടുത്ത് ഒക്കത്തേക്ക് വെച്ചു. നമുക്ക് വീട്ടിൽ പോകാം. നീലിമ തൻ്റെ നെഞ്ചിൽ ചേർന്നിരിക്കുന്നവളോട് ചോദിച്ചു. എന്തിനാ? പെണ്ണ് കിടന്നുകൊണ്ട് തന്നെ തിരക്കി. അതോ നിന്നെ മർഷിക്ക് കാണണമെന്ന് പറയുന്നു. അവളുടെ കവളിൽ 100 ഉമ്മ കൊടുത്തു നീലിമയപ്പോൾ. ആണോ? എന്നപ്പാ. കുഞ്ഞപ്പോഴേക്ക് ഉഷാറായി അവളിൽ നിന്നും താഴേക്ക് ഊർന്നിറങ്ങി. ശേഷം അടുത്ത് നിന്ന കണ്ണൻ്റെ കൈയും പിടിച്ച് കാവുമ്പാട്ട് തറവാട്ട് ലക്ഷ്യമാക്കി ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. അവിടെ കേക്ക് കട്ട് ചെയ്യാൻ എടുത്തു വെച്ചേക്കുന്നു, നീയും വാ ദേവി. സുമയ അവളുടെ കൈ പിടിച്ചതും ദേവിയുടെ കൈകൾ എന്തിനെന്നറിയാതെ ഒന്ന് തേങ്ങിപ്പോയി. ദേവണ്ണെ, ഒരൊറ്റ അടി വെച്ച് തരും കേട്ടോ. എൻ്റെ കൊച്ചിൻ്റെ പിറന്നാളിൻ്റെ അന്ന് തന്നെ അവൾ കണ്ണ് നിറയ്ക്കുന്നു. നീലിമ അവളെ ശാസിച്ചു. സന്തോഷം കൊണ്ടാടി. എൻ്റെ മോളുടെ പിറന്നാൾ ഞാൻ ആദ്യമായിട്ടാണ് കേക്കൊക്കെ മുറിക്കുന്നത്. കണ്ണിൽ നിന്ന് ഉറന്നിറങ്ങിയ കണ്ണുനീരിനെ തുടച്ചുകൊണ്ട് ദേവിക പുഞ്ചിരിക്കാനായി ശ്രമിച്ചു. അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ ദേവി. ഇനിയിപ്പോൾ നീ അതിനെക്കുറിച്ച് ഒന്നും ഓർക്കണ്ട. ഈ വർഷം മുഴുവൻ അവളുടെ പിറന്നാൾ നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. സുമി അവളെ വലിച്ചുകൊണ്ട് തറവാട് വീട്ടിലേക്ക് നടന്നു. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ദേവികയുടെ ഉള്ളം നിറയ്ക്കുന്നതായിരുന്നു. ബലൂണുകളും തോരണങ്ങളും കൊണ്ട് ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്ന ഹാള്, അതിൻ്റെ ഓരത്തായി ക്രമീകരിച്ചിരിക്കുന്ന ഒരു ടേബിൾ, അതിന് മുകളിൽ വെച്ചിരിക്കുന്ന ഒരു വലിയ കേക്ക്, ഇതെല്ലാം കണ്ട് മനസ്സ് നിറഞ്ഞ് എല്ലാവരുടെയും ഇടയിൽ കൂടി ഒരു പൂമ്പാറ്റയെപ്പോലെ തുള്ളിക്കളിച്ച് നടക്കുന്ന തൻ്റെ പൊന്നുമോള്. അവളുടെ മുഖത്ത് അളവില്ലാത്തത്രയും സന്തോഷമാണ് കാണുവാൻ സാധിക്കുന്നത്. ആ കാഴ്ച മനസ്സിൽ നിന്ന് ഒരിക്കലും മായാതിരിക്കാൻ അവൾ ആ ദൃശ്യത്തെ ആർത്തിയോടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചു. മണി 12 വേഗം കേക്ക് മുറിക്കാം.
ഹാളിലേക്ക് കയറി വരുന്നവരെ കണ്ടതും ജിത്ത് തിടുക്കം കൂട്ടി. എല്ലാവരും കൂടി നിന്നതും ആദി തത്തയും കണ്ണനെയും പിടിച്ച് കേക്കിൻ്റെ മുൻപിലായി കൊണ്ടുചെന്ന് നിർത്തിയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന ആശംസാഗാനവും കയ്യടി ഗാനവും ശബ്ദവും ആ ഹാളിൽ മുഴങ്ങി കേട്ടു. തത്തപ്പെണ്ണും കണ്ണനും കൂടി ആ കേക്ക് കട്ട് ചെയ്യുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ അപ്പോൾ സന്തോഷം മാത്രമായിരുന്നു. തത്തമ്മയ്ക്ക് ആദ്യം കേക്ക് കഷ്ണം കൊടുത്തത് കണ്ണനായിരുന്നു. പിന്നീട് ദേവിക നൽകി. അതിനുശേഷം കൊടുത്തത് ആദിയും. ആദി കുഞ്ഞിൻ്റെ വായിൽ കേക്ക് കൊടുക്കുമ്പോൾ അത് സന്തോഷത്തോടെ നോക്കി അടുത്ത് നിൽക്കുകയായിരുന്നു ദേവിക. തത്തക്കുഞ്ഞിൻ്റെ മുഖത്തെ അതിരില്ലാത്ത സന്തോഷം അവളുടെ കണ്ണ് നിറച്ചിരുന്ന ആ സമയം. പക്ഷേ മൂവരും ചേർന്ന് നിൽക്കുന്ന ആ സുന്ദര ദൃശ്യം ക്യാമറയിൽ പതിപ്പിക്കുവാൻ ജിത്തിന് ഒരു നിമിഷം സമയം മാത്രം മതിയായിരുന്നു. ഒരു കാൻഡിഡ് ഫാമിലി പിക്ക്. പാർട്ടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതും ജിത്തും ഫാമിലിയും ആ രാത്രി തന്നെ പോയിരുന്നു. ദേവിക എല്ലാവരോടും നന്ദി പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുവാനായി തുടങ്ങിയപ്പോഴാണ് ആദ്യം അവളെ പിന്നിൽ നിന്നും വിളിക്കുന്നത്. കുഞ്ഞുമായി ഗസ്റ്റ് ഹൗസിന് നേർക്ക് നടന്നവൾ അവൻ്റെ വിളിയിൽ തിരിഞ്ഞു നിന്നു. ഇത് മോൾക്കായുള്ള എൻ്റെ പിറന്നാൾ സമ്മാനമാണ്. കുഞ്ഞിനെ ഇതൊക്കെ ഇടിപ്പിച്ച് രാവിലെ ഒരുക്കണം. അമ്പലത്തിൽ പോവേണ്ടതാ. ഒരു വലിയ കവർ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ആവശ്യപ്പെട്ടു. വേണ്ട സാർ, ഇത്രയൊക്കെ ചെയ്തതിന് തന്നെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എൻ്റെ മോൾ ഇത്രയും സന്തോഷിച്ച് കാണുന്ന ആദ്യമായിട്ടാണ്. അതിന് കാരണം സാറാണെന്ന് എനിക്കറിയാം. അത് തന്നെ ഞങ്ങൾക്ക് ധാരാളമാണ്. അതുകൊണ്ട് ഇതൊന്നും വേണ്ട സാർ. അഹങ്കാരം പറയുകയാണെന്ന് ഓർക്കല്ലേ. മനസ്സ് നിറഞ്ഞതുകൊണ്ടാണ്. അവൾ നന്ദിയോടെ അവൻ്റെ മുമ്പിൽ ചെന്ന് കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചു. ഹേയ്, ആ നിൽപ്പ് അവൻ്റെ മനസ്സിൽ വേദന നിറപ്പിച്ചു. അതുകൊണ്ട് തന്നെ കയ്യിലിരുന്ന കവർ ദേവികയെ ബലമായി പിടിച്ചേൽപ്പിച്ചിട്ട് ആദ്യം അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. ഒരു വാക്കുപോലും മിണ്ടാതെ കയ്യിലുള്ള കവറുമായി ഒരു നിമിഷം അവൾ അവിടെ തന്നെ നിന്നുപോയി. അമ്മേ, പോവാം. മർഷി പോയി. കുഞ്ഞിപ്പെണ്ണിൻ്റെ ഒരു തട്ടലിലാണ് പിന്നീട് അവൾ തിരിഞ്ഞു നടന്നത്. ഇതിനൊക്കെയുള്ള അർഹതയുണ്ടോ ഞങ്ങൾക്ക്? ആ ഒരു ചോദ്യം മാത്രം അവളുടെ ഉള്ളിൽ കിടന്ന് തികട്ടി. അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.